എല്ലാവരും ഇത് ചികിത്സിക്കാൻ തുടങ്ങിയാൽ ഞാൻ ഈ ചികിത്സയ്ക്കൊന്നും പോകില്ല. എനിക്ക് വേറെ ഒരുപാട് പണിയുണ്ട്. പണിയില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതല്ല, കാശുണ്ടാക്കാൻ ചെയ്യുന്നതല്ല. ഇന്ന് വരെ 10 പൈസ ഇതൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. അതുകൊണ്ട് വളരെ ഉറപ്പിച്ച് പറയാം, പറ്റുമെങ്കിൽ നോക്ക് നല്ല ഔഷധങ്ങൾ. നിങ്ങൾ ഈ ആയുർവേദമൊക്കെ പഠിച്ചിറങ്ങിയിട്ട് ജനങ്ങളുടെ ഇടയിൽ ഓടി നടന്ന് വിഷമിക്കുന്ന രോഗിക്ക് മരുന്നെല്ലാം കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ ഈ സാധനമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഞാനെന്തിനായിരിക്കുന്നു? അതുകൊണ്ടാണിത് തുടങ്ങിയ അന്ന് മുതൽ ഏത് ഡോക്ടർ വന്നാലും അവിടെ ഇരുന്ന് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ കൊണ്ടുപോകുമോ ഫയലൊക്കെ കൊണ്ടുപോകുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. ഒരു മരുന്ന് പേറ്റൻ്റായി സൂക്ഷിച്ചു വെക്കുകയോ പറഞ്ഞു കൊടുക്കാതിരിക്കുകയോ ഇന്ന് വരെ ചെയ്തിട്ടില്ല. Am I right? കാരണം അത് വളരെ കൃത്യനിഷ്ഠയോടെയാണ്. അവിടെ നിങ്ങൾ നല്ല തൻ്റെ ഇടത്ത് വരും, വിറകിട്ട തീ പോലെ വളരുക, നിർഭയരായിരിക്കുക, ആയുർവേദം പറയുന്ന ജീവിതശൈലിയും കൊടുക്കുക. ചോദ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചോദ്യം ഉണ്ടെങ്കിൽ ഏതിൻ്റെ കോളറ എൻ്റെ അറിവിൽ വെറും ജാതിക്കാവുണ്ടത് മാറും. കാരണം കോളറ ഇന്നില്ല. കോളറയ്ക്ക് തുല്യമായ നീർത്തരിപ്പ്, അങ്ങനെയാണ് പഴയ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. പഴയ താളിയോലകളിലും മറ്റുള്ളതൊക്കെ പറയുന്ന നീർത്തരിപ്പെന്നാണ്. ഇതിനൊരു 10 മരുന്ന് ചികിത്സാ കൗതുകത്തിൽ നിങ്ങൾ കിട്ടും. അതെല്ലാം ഫലപ്രദമാണ്. ചികിത്സാ കൗതുകം എന്ന് പറഞ്ഞൊരു പുസ്തകം കേട്ടിട്ടുണ്ടാവുമോ? ഇവിടെ വെച്ചിട്ടുണ്ട്. കുറ്റകരോ അവരിറക്കിയിട്ടില്ല. അത് ഏറ്റവും നല്ല ഗ്രന്ഥങ്ങളിലൊന്നാണ്. അതിൽ മേനോനെ എത്രയധികം പ്രശംസിച്ചാലും മതിയാവൂല. മേനോൻ ചെയ്തൊരു വർക്ക് വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് ഏത് മരുന്ന് നിങ്ങളെടുത്ത് കൊടുത്താലും കൈകണ്ട ഫലമാണ്. എല്ലാം ഏത് മരുന്നും, ഇന്ന മരുന്നൊന്നുമില്ല. അതിനകത്തുണ്ട് കോളറയ്ക്ക് ഒരു 10 മരുന്നുണ്ട്. അതുകൊണ്ട് ആയുർവേദത്തിൽ മരുന്നില്ല എന്ന് ഒട്ടും ധരിക്കണ്ട. പിന്നെ സിവിയർ അക്യൂട്ട് ചെറുനാരങ്ങ നീര്, ഇഞ്ചി നീര്, പഞ്ചസാര ഈക്വലായിട്ട് ചേർക്കണം. എന്നിട്ടൊരു ഹോർലിക്സ് കുപ്പി പോലുള്ള ഒരെണ്ണത്തിനകത്ത് ഒഴിച്ചവിടെ വെക്കുക. ഒരു ദിവസമോ 2 ദിവസമോ ഇരിക്കുമ്പോൾ ഇത് അടിയും. ആ ഊറലെടുക്കരുത്, തെളി മാത്രം ഒരു ട്യൂബ് വെച്ച് കുറ്റിയെടുക്കുക. സൈഫൺ രീതിയിൽ വേറൊരു കുപ്പിയിലേക്ക് ഊറ്റുക. അതിൽ നിന്ന് കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ 5 തുള്ളി, മുതിർന്നവർക്കാണെങ്കിൽ 15 തുള്ളി. അത് ലിവറിൻ്റെ ആയാലും പാങ്ക്രിയാസിൻ്റെ ആയാലും ഒക്കെ ആ വേദനകളും, പിന്നെ എല്ലിൽ വരുന്ന വേദനകളും പേശിയിൽ വരുന്ന വേദനകളും ഒക്കെ മാറാൻ ഫലപ്രദമാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ ഇതിൻ്റെ മണം കൊണ്ടും ഏതാണ്ട് രുചി കൊണ്ടും പഴയ കാർബണേറ്റ് മിക്സ്ചർ എന്ന് പറഞ്ഞൊരു സാധനം കേട്ടിട്ടുണ്ടാവും. പ്രായമായവർ കേട്ടിട്ടുണ്ടാവും, ഉപയോഗിച്ചിട്ടുണ്ടാവും. അലോപ്പതിയിൽ കാർബണേറ്റ് മിക്സ്ചർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അതിൻ്റെ സ്മെല്ലും രുചിയും ഒക്കെ അടുത്ത് വരുന്നതാണ്. ചെറിയൊരു ചുവപ്പ് കളറുണ്ടാവും. ഇത് 3 കൂടെ യോജിക്കും. 3നും ചുവപ്പ് കളറില്ല. 3 കൂടെ യോജിക്കുമ്പോൾ ഒരു ചെറിയ ചുവപ്പ് കളറുണ്ടാവും. ഇത് വളരെ ഫലപ്രദമാണ്. അബ്ഡോമിനൽ പെയിന് ഏറ്റവും ഫലപ്രദമാണ്. ഇതര വേദനകൾക്കൊക്കെ, തലവേദനയായാലും മറ്റുള്ളതായാലും ഒക്കെ. കാരണം ദഹനേന്ദ്രിയ വ്യവസ്ഥയെ പെട്ടെന്ന് ബാധിക്കുന്ന ഒരു സാധനം. ദഹനേന്ദ്രിയ വ്യവസ്ഥയിലാണ് അവൻ പ്രവർത്തിക്കുന്നത്. പിന്നെ ഇതെടുത്ത് 1 സ്പൂണും 2 സ്പൂണും ഒന്നും കുടിക്കരുത്. കാരണം ചിലർക്ക് വിശപ്പ് വളരെ കൂടിപ്പോകും, ചിലരുടെ വിശപ്പ് ഇല്ലാതായി. അങ്ങനെ കുടിച്ച് വിശപ്പില്ലാതായൊരു പാർട്ടി എൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അത് സ്പൂൺ കണക്കിനോ ഔൺസ് കണക്കിനോ ഒക്കെ കുടിച്ചിട്ടുള്ള ഇല്ലേ? ഉണ്ടായിരുന്നു. പ്രജേഷൽ കാരണം വളരെ കൂടുതൽ ഇത്തരം മരുന്നുകൾ പരീക്ഷിക്കുന്ന ഒരാളാണ്. പുള്ളിക്ക് ഒരു രസമായതുകൊണ്ട് കുടിച്ചതാണ്. അപ്പോൾ കൂടുതൽ കഴിക്കരുത്. 15 തുള്ളി മുതിർന്ന ആളുകൾക്ക് 5 തുള്ളി നല്ല രസമാണ് വെള്ളത്തിലൊഴിച്ച് കുടിക്കാൻ. അതിൻ്റെ ഊറല് അകത്ത് ചെല്ലരുത്, ഇഞ്ചിയുടെ ഊറല് ചെല്ലരുത്. അതുകൊണ്ട് ഇഞ്ചി മുട്ടായി കഴിക്കരുത്.
പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. ഇഞ്ചി മുട്ടായി, ഇഞ്ചി നീര്, നാടൻ ഇഞ്ചി നീര്, ചെറുനാരങ്ങ നീര്, പഞ്ചസാര, മൂന്നും ഈക്വലായിരിക്കും. തുല്യമായി എടുത്ത് യോജിപ്പിച്ച് വാവട്ടമുള്ളൊരു കുപ്പിയിൽ വെച്ച് ഊറിക്കഴിഞ്ഞ് ഒരു നല്ല ചെറിയ കുപ്പിയിലേക്ക് തെളിയൂറ്റി വെക്കും. എന്നിട്ട് ഡ്രോപ്പായിട്ട് കഴിക്കുക. അടച്ചു വെച്ചാൽ അടപ്പ് തെറിച്ചു പോകും, കാരണം ഫെർമെൻ്റ് ചെയ്യും. ഫെർമെൻ്റ് ചെയ്യും. ഒരു ആയുർവേദ ഡോക്ടറുടെ വീട്ടിൽ നിർബന്ധമായും വേണ്ടതാണ്, എല്ലാ വീട്ടിലും നിർബന്ധമായും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. 2-3 ദിവസം, 2 ദിവസം ഇരിക്കുമ്പോഴേക്കും ഊറലടിയും. ആ ഊറൽ കഴിക്കരുത്. കാരണം ഈ കാശ് എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഈ ഊറലെടുത്ത് എന്ത് ചെയ്യാമെന്നുള്ള ചിന്ത വരും. നിങ്ങൾ ആ ഊറൽ കണ്ടിട്ടില്ല എന്താണ്? കാരണം വൻതോതിൽ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ഊറൽ കണ്ടവാനുണ്ടാവും. അപ്പോൾ നമുക്കത് ലേഹ്യമാക്കി കൂടെ എന്ന് ഒരു തോന്നൽ വരും. രണ്ടാമത് ഇത് മുട്ടായി ആക്കിയാൽ എന്താണെന്ന് ഇഞ്ചിയുടെ ഊറൽ കളഞ്ഞു വേണം എടുക്കാൻ. അത് പ്രത്യേകം ഓർത്തോണം. സാധാരണഗതിയിൽ അത് ക്ഷാരം വളരെ കൂടുതലായതുകൊണ്ട് പുകച്ചിലൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ആ ഇഞ്ചി മുട്ടായി നല്ലതാണെന്നുള്ള മട്ടില്ല ഗ്യാസിനൊക്കെ നിങ്ങൾ കഴിക്കുന്നത് അപകടമുണ്ടാകും. അതിന് ഏറ്റവും നല്ലതാണ് നേരത്തെ പറഞ്ഞ പുഷ്കരമൂലവും ഗുൽഗുലുവും കൂടി പൊടിച്ചു വെച്ചത്. അതുപോലെ തന്നെ വളരെ ഫലപ്രദമാണ് കുറുന്തോട്ടി വേര്, ദേവതാരം, നീർമരുതിൻ തോല്, പുഷ്കരമൂലം കഷായം. പെട്ടെന്ന് നിൽക്കും. ഹാർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ രോഗത്തിനും ഞാൻ നേരത്തെ പറഞ്ഞ ആ മരുന്നുകൾ മതിയാവും. അതിൽ പൂർണ്ണമായി മാറും. ദശമൂല ഹരിതകി, അഗസ്ത്യരസായനം, ധാന്വന്തരം മെഴുപ്പാകം, ബലാതൈലം, പിന്നെ ബലാതൈലം, അശ്വഗന്ധാരിഷ്ടം, പാർത്ഥാരിഷ്ടം, സുവർണമുക്താദി, ഗോരോചനാദി. പിന്നെ അയമോദകം, ജീരകം, ഉലുവ വറുത്ത് പൊടിച്ചു വെച്ച്. ഇത്രയുണ്ടെങ്കിൽ ഹാർട്ടിനെ സംബന്ധിച്ച് പേടിക്കാനൊന്നുമില്ല. അത് വളരെ ഫലപ്രദമാണ്, വളരെയധികം ഗുണം ചെയ്യും. ഇന്ദുകാന്ത ഖ്വാദവും കുറച്ച് ഫലം ചെയ്യും. കേരളത്തിലെ ഒരു കാലത്ത് ഏറ്റവും പ്രശസ്തനായിരുന്ന, ഏറ്റവും അധികം രോഗികളെ കേരളത്തിന് വെളിയിലും ചികിത്സിച്ചിട്ടുള്ള ഒരാളാണ് വാര്യർ, അച്യുത വാര്യർ. ചേപ്പാട്ട് അല്ലേ? അല്ല, തൃക്കോവിൽ അച്യുത വാര്യർ. തൃക്കോവിൽ പി അച്യുത വാര്യർ, BALT. അദ്ദേഹം കൊച്ചി തമ്പുരാനിൽ നിന്ന് സമ്മാനങ്ങളുമൊക്കെ വാങ്ങിയിട്ടുള്ളയാളാണ്. അദ്ദേഹം ചികിത്സിച്ചിട്ടുള്ള ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഹൃദ്രോഗത്തിന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ 5 ഹൃദ്രോഗവും വേർതിരിച്ച് വളരെ സിമ്പിൾ മരുന്ന് മതിയെന്ന് അദ്ദേഹം നേരത്തെ രേഖപ്പെടുത്തിയിട്ട് തന്നെ. അത് 100% സത്യമാണ്. അദ്ദേഹം ഈ കുട്ടികളെ കൊണ്ടില്ലുമ്പോൾ നടക്കാൻ എന്തോ വല്ലതും ഉണ്ടെങ്കിൽ മലം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണോന്നാണ് നോക്കുക. പൊങ്ങിക്കിടക്കുന്നില്ലെങ്കിൽ എണ്ണമയുള്ളത് കൊടുക്കണ്ടെന്ന് പറയും. ബലാരിഷ്ടം അകത്തേക്ക് കൊടുക്കും, ലാക്ഷാദി എണ്ണ തലയിലും ദേഹത്തും തേക്കും. അമ്മ റൈറ്റ് മിസ്റ്റർ അയ്യർ? അമ്മ റൈറ്റ്? അയ്യരെ കാണാൻ മേല, അതുകൊണ്ട് റൈറ്റ് ഓർ റോങ് എന്ന് പറഞ്ഞാൽ മതി. നടക്കാം. അദ്ദേഹത്തിൻ്റെ സിദ്ധികൾ വളരെ കൂടുതലായിരുന്നു. അങ്ങനെയുള്ള പ്രാചീന വൈദ്യന്മാര് ഒരുപാട് കേരളത്തിലുണ്ടായിരുന്നു. ഒരു കണ്ണൻ വൈദ്യൻ തലശ്ശേരി അപ്പുറമായിട്ട്, അതുപോലെ ഒരു കുഞ്ഞിരാമൻ വൈദ്യൻ വടക്കേറ്റത്ത്, ഇപ്പോഴത്തെ അശോകയുടെയൊക്കെ കാർന്നവരാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ബാലചികിത്സയൊക്കെ വളരെ പ്രസിദ്ധമായിരുന്നു. വളരെ ശൃംഗാരചതുരമായി ബാലചികിത്സാ ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തെക്കേറ്റത്തൊരു കുഞ്ഞിരാമൻ വൈദ്യരുണ്ടായിരുന്നു, മറ്റേ കായംകുളം. അദ്ദേഹത്തിൻ്റെ മകനാണെന്ന് തോന്നുന്നു. ഇപ്പം ഡ്രഗ് ബോർഡിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലുണ്ടായിരുന്നു, നേരത്തെ പ്രൊഫസറായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെയാണ്. ആധുനിക വൈഷജ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെയാണ്. അതുകൊണ്ട് വളരെ പ്രഗത്ഭമതികളായ ഒട്ടേറെ ആചാര്യന്മാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ചെയ്യേണ്ട ഒന്നേ ഉള്ളൂ, നിങ്ങൾ രാപകൽ അധ്വാനിക്കാൻ തയ്യാറാവും. അതും മാറുന്നതാണ്. കണ്ണിൻ്റെ രോഗങ്ങൾ സാധാരണഗതിയിൽ സ്റ്റിറോയിഡ് കണ്ടമാനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലാണ് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. കണ്ടമാനം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ കണ്ണിനെ സംബന്ധിച്ചിടത്തോളം പുരാണഘൃതം കൊണ്ടുള്ള തർപ്പണം റെറ്റിനൈറ്റിസിൽ ഫലം കണ്ടിട്ടുണ്ട്. ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് മാത്രം. അതിനല്ല ആ പിഞ്ചു കൂളക്കായുടെ മജ്ജയും കൊടുത്തു കഴിഞ്ഞാൽ പിടിച്ച് കെട്ടിയ പോലെ നിൽക്കുന്നത്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ 7 ആര്യവേപ്പില, 7 കൊത്തമല്ലി, 1 കഷ്ണം പച്ചമഞ്ഞൾ. കുരുമുളകാണ് കൊടുക്കേണ്ടത്. കുരുമുളക് കൊടുക്കുമ്പോൾ ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അയാൾക്ക് പേടിയുണ്ടെങ്കിൽ ഈ കൊത്തമല്ലിയാക്കുക. വളരെ എളുപ്പത്തിൽ കുറഞ്ഞു കിട്ടുന്ന തുമ്പസമൂലം ഏറ്റവും ഫലപ്രദമായ മരുന്നതാണ്. അത് നിങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം എൻ്റെ ഒരു അനുഭവം